ബ്രസീൽ ടീം പരിക്കിന്റെ വലയിലാണോ? റഫീനയും നെയ്മറും ഇല്ലാതെയാണോ ഇനിയുള്ള മത്സരങ്ങൾ ബ്രസീൽ കളിക്കേണ്ടത്? ബ്രസീൽ ആരാധകർക്ക് വളരെയേറെ സന്തോഷം നേരുന്ന നിമിഷമായിരുന്നു. ഇന്നലെ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടുള്ള വിജയം നേടുകയും ടീമിലെ സൂപ്പർ താരമായിട്ടുള്ള നെയ്മർ സ്കോഡിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ദിവസമായിരുന്നു. അതിനിടയിലായിരുന്നു ഇന്നലെ കളിയുടെ ഇടയിൽ റഫീനയ്ക്ക് ഇഞ്ചറി പറ്റി പുറത്തോട്ട് പോകുന്നത്. ആ ഇഞ്ചറിയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇതൊരു മൈനർ ആയിട്ടുള്ള ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണ്. ബ്രസീൽ സൂപ്പർ താരത്തിന് ഈ ഒരു വർഷം തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഈ ഒരു ഇഞ്ചറി കാരണം ബുദ്ധിമുട്ടുന്നത്. ഒരു ഇഞ്ചറി ഒരു തവണ വന്നവർക്ക് രണ്ടാമത്തെ തവണ വരാൻ വളരെയേറെ ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി വിങ്ങേഴ്സിനാകുമ്പോൾ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, ക്വിക്ക് ആയിട്ടുള്ള ആക്സിലറേഷൻ, ഡീസിലറേഷൻ, അതുപോലെ തന്നെ സഡൻ സ്റ്റോപ്പിംഗ്, ഇതുപോലത്തെ സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് വരുമ്പോൾ ഇഞ്ചറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വിങ്ങേഴ്സിന് ഈ ഹാംസ്ട്രിങ് ഇഞ്ചറി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഹാംസ്ട്രിങ് ഇഞ്ചറി പറ്റിയാൽ ഏകദേശം എത്ര ദിവസം കൊണ്ട് നമുക്ക് ബാക്ക് ടു ഗ്രൗണ്ടിലേക്ക്, ബാക്ക് ടു പ്ലേയിലേക്ക് ഇറങ്ങാമെന്ന് നോക്കാം. ഹാംസ്ട്രിങ് ഇഞ്ചറി 3 തരത്തിലാണ് കണ്ടുവരുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 ആണെങ്കിൽ 1 മുതൽ 2 ആഴ്ചയും, ഗ്രേഡ് 2 ആണെങ്കിൽ 2 മുതൽ 6 വീക്സും, അതുപോലെ തന്നെ ഗ്രേഡ് 3 ആണെങ്കിൽ സെവറൽ മന്ത്സ് ആയിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. സ്റ്റേബിളായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം റഫീനയുടെ ഗ്രേഡ് 1 ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണ്. ഇത് ഏകദേശം ഒരു 2 to 3 വീക്സോളം തിരിച്ച് കളിയിലേക്ക് ടൈം എടുക്കുന്ന ഒരു ഇഞ്ചറിയാണ്. ഇത് മാക്സിമം ബ്രസീൽ ഫാൻസിന് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.